എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് ഈ കാണുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് അറിയത്തില്ല, നമ്മുടെ കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയില്ല. അതിനൊരു ആമീൻ പറയുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക, അത് സ്വീകരിക്കുന്നവർക്കായി ദൈവത്തിന് നന്ദി പറയുക. പക്ഷേ മനുഷ്യൻ ദൈവത്തിൽ എന്ത് ചെയ്യുന്നില്ല? ആശ്രയിക്കുന്നില്ല, കർത്താവിനോട് ചോദിക്കുന്നില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ ഭയങ്കരമായൊരു പ്രതിസന്ധി ഉണ്ടായി. ആ വീട്ടിലെ വീഞ്ഞ് തീർന്നുപോയി, വിളമ്പിക്കൊണ്ടിരുന്ന കാര്യം അവസാനിച്ചു. ഇപ്പൊ അവിടെ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പക്ഷെ ആ വീട്ടിൽ മറിയത്തിന് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാമായിരുന്നു. മറിയത്തിന് അറിയാമായിരുന്ന കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. കാരണം യേശു ദൈവമാണെന്നും യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും മറിയത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ അടുക്കൽ, പരിഹാരകന്റെ അടുക്കൽ മറിയം പ്രശ്നം വന്ന് അവതരിപ്പിച്ചത്. പക്ഷെ മറിയമല്ല അവിടെ പ്രശ്നം പരിഹരിച്ചത്, യേശുക്രിസ്തുവാണ് പരിഹാരകൻ. ഇന്ന് ഈ കാണുന്ന നിങ്ങളോട് പറയുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശുക്രിസ്തുവാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം യേശുക്രിസ്തുവാണ്. കർത്താവ് അനുഭവിച്ചിട്ടില്ലാത്തതൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. ഹല്ലേലൂയ. യേശു പോകാത്ത വഴിയിലൂടെ നമ്മൾ പോകുന്നില്ല. പ്രിയപ്പെട്ടവർ, യഥാർത്ഥമായൊരു ദൈവ പൈതൽ, കർത്താവിന്റെ കൃപയെ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ, പാപമൊഴികെ അവന് സകലത്തിലും നമുക്ക് തുല്യനായ കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല നമ്മൾ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് പകൽ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒന്ന് ദൈവം തരുന്ന സമാധാനം. അതിന് പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രതികൂല സാഹചര്യത്തിൽ, വെല്ലുവിളികളുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, ദുരിതങ്ങളുടെ നടുവിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. അല്ലെങ്കിൽ എവിടെയാ നിങ്ങൾ ഇരിക്കുന്നത്? വണ്ടിക്കകത്താണോ? ഹോസ്പിറ്റലാണോ? റൂമിലാണോ? എവിടെയാ? അവിടെ ഇരുന്നുകൊണ്ട് പറയാം, കർത്താവേ, നീ തന്നിട്ട് പോയ സമാധാനം, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സമാധാനം, വാഗ്ദത്തം ചെയ്ത സമാധാനം ഈ നിമിഷം എൻ്റെ ആത്മമനുഷ്യനിലേക്ക് ഞാൻ സ്വീകരിക്കുക. യേശുവേ, അതെന്നിൽ പകരണമേ, അതെന്നിൽ ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും. അതാണ് ദൈവം തരുന്ന സമാധാനം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തോടുള്ള സമാധാനം. ദൈവത്തോടുള്ള സമാധാനം അത് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? പലപ്പോഴും ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ പലർക്കും ഒരു കോൺഫിഡൻസ് ഇല്ല. പ്രാർത്ഥിക്കാൻ തലയൊക്കെ താഴ്ത്തി വെച്ച്, കർത്താവേ, ഞാൻ മഹാഭാവിയാണ്, ആ നിലയിൽ ജീവിതത്തിൽ വന്ന കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും വീഴ്ചകളും ഒക്കെ ഓർത്തിട്ട് ഞാൻ കൈവിടപ്പെട്ടു പോയൊരു കേസാണ്, ദൈവത്തിന് പോലും എന്നെ വേണ്ട, കർത്താവ് പോലും എന്നോട് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല, ദൈവം എന്നെ ഉപേക്ഷിച്ച മട്ട എന്ന രീതിയിൽ നിരാശപ്പെട്ട് കുറ്റബോധത്തിനകത്ത് നിറഞ്ഞ് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാനുള്ള പ്രാഗൽഭ്യമില്ലാത്ത മനസ്സ്. അവിടെ എന്ത് വേണം? ദൈവത്തോട് നമുക്ക് സമാധാനം വേണം. ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ ഒരു പീസ് നമുക്ക് വേണം. അതെവിടെയാ കിട്ടുന്നതെന്നറിയോ? അതെങ്ങനെയാ കിട്ടുന്നതെന്നറിയോ? റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ആ വാക്ക് കറക്റ്റ് അല്ലേ? ദൈവത്തോടുള്ള സമാധാനം. അപ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാനും ദൈവമുഖം അന്വേഷിക്കാനും വളരെയധികം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഒരപ്പനും മോനും പോലെ, ഒരു മകളും ഒരു പിതാവും പോലെ കർത്താവിൻ്റെ മുമ്പിൽ പോയി ഇരിക്കാൻ നമുക്ക് എന്നാ വേണം? ആ കർത്താവിനോട് നമുക്കൊരു സമാധാനമാണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്നറിയാമോ? അത് സ്വയപ്രവർത്തികളാലല്ല, സ്വയനീതിയാലല്ല, കർമ്മമാർഗങ്ങളിലോ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയോ അല്ല, വിശ്വാസത്താൽ. ആരിലുള്ള വിശ്വാസത്താൽ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം നമുക്കതിൻ്റെ 24, 25, 26 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്ര നീതീകരിക്കപ്പെട്ടത്. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. 26-ാമത്തെ റോമർ 3:26 നിങ്ങൾ ഉൾക്കൊള്ളണം. റോമർ 3:26 എന്നൊരു വെളിപ്പാടായിട്ട്
എന്നെ കാണുന്ന വിശ്വാസികൾ, ദൈവമക്കൾ, എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, സഹോദരിമാര്, അതൊരു ഭയങ്കര റെവലേഷനായിട്ട് അകത്ത് കയറ്റണം. റോമർ 3:26. താൻ നീതിമാനും. ആരാണ്? പിതാവായ ദൈവം. ദൈവമെങ്കിലും നീതിമാനാണെന്ന് സമ്മതിക്കുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. അപ്പൊ ദൈവം, പിതാവായ ദൈവം നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന്. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളെ ദൈവികമായ നീതിബോധത്തിലേക്ക്, നീതീകരണത്തിലേക്ക് കൊണ്ടുവരും. ഇവിടെയാണ് പിശാചിൻ്റെ കളി, പിശാചിൻ്റെ സാത്താൻ്റെ പരിപാടി നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കേണ്ടത്. സാത്താൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കുറ്റബോധം കൊണ്ട് നിറയ്ക്കുന്ന ഒരു സ്വഭാവമാണ് അവനുള്ളത്. ഇപ്പം നിങ്ങളുടെ അടുക്ക വന്നേച്ചും ഇന്നത് ചെയ്യ്, ഇന്നത് പറയ്, അങ്ങനെ കാണിക്ക്, ഇങ്ങനെ ചെയ്യ്, ദേഷ്യപ്പെട്, അങ്ങനെ പറ, ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ പ്രതികരിക്ക്, അത് കാണ, ഇത് ചെയ്യുന്നൊക്കെ നിങ്ങളോട് ആവശ്യപ്പെടും. നിങ്ങളുടെ മനസ്സിൽ അവൻ ഇങ്ങനെ ആ ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കും. ആ മോഹം ഗർഭം ധരിച്ച് അത് പാപമായി പ്രസവിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് ആ ചിന്ത, ആ പ്രലോഭനം, ആ ടെംപ്റ്റേഷൻ ആക്ടിവേറ്റഡ് ആയി കഴിയുമ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് സാത്താൻ പറയും, നീ ഇപ്പോൾ അത് ചെയ്തത് ശരിയായില്ല കേട്ടോ, നീ അങ്ങനെ പറയണ്ടായിരുന്നു, നീ അങ്ങോട്ട് പോകണ്ടായിരുന്നു, നീ എന്തിനാ എങ്ങനെ ചെയ്തേ, നീ അത് ചെയ്യരുതായിരുന്നു, ഒരിക്കലും ഇനി ദൈവം നിന്നെ സ്വീകരിക്കുകയില്ല, ഇനി ഒരിക്കലും കർത്താവ് നിന്നെ കൈക്കൊള്ളുകയില്ല, ഇനി ഒരിക്കലും നിനക്ക് തിരുവത്താഴം എടുക്കാനോ നിത്യതയിൽ ചെല്ലാനോ പാടാനോ പ്രാർത്ഥിക്കാനോ ഒന്നുമുള്ള അവകാശം നിനക്ക് ഇനി ഇല്ല, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നുള്ള നിലയിൽ സാത്താൻ നമ്മുടെ ചിന്തയിൽ പ്രവർത്തിക്കും. അപ്പം അത് ചെയ്യിക്കാൻ നമ്മളെ ടെംപ്റ്റേറ്റ് ചെയ്തത് അവനാണ്. ഇപ്പുറത്ത് വന്നിരുന്ന് നമ്മുടെ മനസാക്ഷിയെ കുറ്റബോധം കൊണ്ട് നിറയ്ക്കുന്നതും അവൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുറ്റബോധത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ ഒരു കുഴപ്പക്കാരനാണെന്ന് ചിന്തിച്ചങ്ങ് പുറകോട്ട് വലിഞ്ഞങ്ങ് പോകും. പക്ഷേ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്നാണെന്നറിയാവും? യേശുക്രിസ്തു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം നിങ്ങൾക്ക് തരും. അപ്പം തെറ്റ് ചെയ്യാനും പാപം ചെയ്യാനും പാപത്തിലേക്ക് പോകാനും പാപം കാണാനും അധരങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും ആരും നിയോഗിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനകത്ത് ഗൈഡ് ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ അകത്ത് പാപബോധം തരും, അതിനെക്കുറിച്ചൊരു ബോധ്യം തരും. നീ ചെയ്യുന്ന തെറ്റാണ്, അത് നോക്കല്ല, അങ്ങോട്ട് അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് ഭയങ്കര ഡീസൻ്റ് ആണ്. പിശാച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പണിയില്ലാത്തവനാണ്. ഹല്ലേലൂയ. വൃത്തികെട്ടതായ നേച്ചറുള്ളവനാണ്, മ്ലേച്ഛനാണ്, ഭോഷ്ക് പറയുന്നവൻ്റെ അപ്പനും കള്ളനും സാത്താൻ. അവൻ മെനക്കെട്ടിരുന്ന് നിങ്ങളെ അതിനകത്ത് ചാടിക്കാൻ നോക്കും. ഹല്ലേലൂയ. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലവും വാദിക്കത്തില്ല. എപ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പരിശുദ്ധാത്മാവ് ഒരു 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 ലൈറ്റ് അടിക്കുന്ന പോലെ അകത്തൊരു സംഭവം തരും. മോനെ അങ്ങോട്ട് നോക്കണ്ട, അത് പോകണ്ട, പ്രതികരിക്കണ്ട, പറയണ്ട, ചെയ്യണ്ട, കോപിക്കണ്ട. അത് നമുക്ക് കേൾക്കാൻ പറ്റിയാൽ, അത് നമ്മുടെ അകത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. പ്രൈസ് ഗോഡ്. മറുഭാഗത്ത് പിശാച് ഇങ്ങനെ കലബലാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ ശ്രദ്ധിക്കാതെ പരിശുദ്ധാത്മാവിൽ ശ്രദ്ധിച്ചാൽ പാപബോധ്യം അവൻ തരും. ആ പാപബോധത്തിൽ നിന്ന് നമ്മൾ നടക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആര് ബോധ്യം തരുന്നു? ദൈവത്തിൻ്റെ ആത്മാവ്. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, ആ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് തന്നിട്ട് പാപബോധത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് കുറ്റബോധത്തിലേക്കല്ല, നീതിബോധത്തിലേക്കാണ്. ഒന്നുകൂടെ പറയാം. പിശാച് പാപം ചെയ്യിച്ചിട്ട് നമ്മളെ പാപത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് കുറ്റബോധത്തിലേക്ക്. നീ പോക്കായി, കുറ്റക്കാരനായെന്ന് പറയുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, തെറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല, പാപത്തിലേക്ക് നമ്മളെ തള്ളിവിടാൻ അനുവദിക്കില്ല. പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല അശുദ്ധിയിലേക്ക് പോകാൻ. പക്ഷേ ആ പാപബോധം തന്നിട്ട് നമ്മളെ പിന്നെ കൊണ്ടുപോയി ഇടുന്നത് കുറ്റബോധത്തിലല്ല, നമ്മളെ നീതിബോധത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മളെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവനെ ദൈവാത്മാവിനെ അനുസരിക്കുന്നവൻ, കർത്താവിനെ അനുസരിക്കുന്നവനെ കർത്താവ് തിരിച്ചു പിടിക്കും. ആ
തിന്മയ്ക്കകത്തുനിന്ന് കർത്താവ് അവനെ തിരിച്ചു പിടിക്കും, നിങ്ങളെ റിസ്റ്റോർ ചെയ്യും, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങളെ എഴുന്നേൽപ്പിക്കും, നിങ്ങളെ നിവർത്തി നിർത്തും. നല്ലൊരു ആമീൻ പറഞ്ഞേ. പാപബോധത്തിൽ നിന്ന് നീതിബോധത്തിലേക്കും, നീതിബോധത്തിൽ നിൽക്കുമ്പോൾ വരാനുള്ള ന്യായവിധിയുടെ ബോധ്യത്തിലേക്കും ആര് നടത്തും? പരിശുദ്ധാത്മാവ് നടത്തും. അപ്പോൾ ദൈവത്തോടുള്ള സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ അകത്തുള്ള കുറ്റബോധങ്ങൾ, നമ്മുടെ അകത്തുള്ള നമ്മളെന്നാ വലിയൊരു കുഴപ്പമാണെന്നുള്ള ചിന്തകൾ എടുത്ത് ദൂരെ കളയണം. അത് എടുത്തു കളയാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. പിന്നെ അതെങ്ങനെയാ പോകുന്നത്? നമ്മൾ അത് എടുത്തു മാറ്റപ്പെടുന്നതാണ് റോമർ 5:1 വാക്യം. അവിടെ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്ന ആളാണ്. എത്ര പേർ ഇന്ന് ഈ ഓൺലൈനിൽ ഈ ലൈവ് സർവീസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേര് പറയും, I believe in Jesus Christ. I am believing in Jesus Christ. ഹല്ലേലൂയ. ഞാൻ യേശു കർത്താവിൽ വിശ്വസിക്കുന്നു. I am trusting in. ഞാൻ അവനിൽ ആശ്രയിക്കുന്നു, ഞാൻ അവനിൽ ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നല്ലതാ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ആത്മാവിൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ വാ കൊണ്ടതൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ യേശു കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ആത്മാവിൽ വന്നിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ആർക്ക് തരാൻ പറ്റും? ആർക്കും തരാൻ പറ്റുകയില്ല, ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റുകയില്ല. ആ നീതീകരണത്തിലുള്ള വെളിപ്പാട്, ആ ബോധ്യം നമുക്ക് എന്ത് തരും? യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് ഭയങ്കര സമാധാനം ഉണ്ടാവും. കർത്താവിൻ്റെ സന്നിധിയിലോട്ട് ചെന്ന് നിൽക്കുമ്പം നമ്മുടെ ആത്മാവ്, നമ്മുടെ മാനുഷിക ആത്മാവിനോട് ദൈവാത്മാവ് പറയും, നിങ്ങളുടെ ആത്മാവിനോട് ദൈവാത്മാവ് പറയും, മോനെ നീ രക്ഷിക്കപ്പെട്ട മനുഷ്യനാ, നിന്നെ കർത്താവ് തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാ, നിന്നെ യേശുവിൻ്റെ രക്തം വീണ്ടെടുത്തതാ, നീ ഇപ്പോൾ ആ പഴയ പാപിയല്ല, നീ ഇപ്പോൾ ആ പഴയ പുള്ളിയല്ല. നീ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞോ, നീ എന്ന് കരഞ്ഞോ, നീ എന്ന് കർത്താവിൻ്റെ കയ്യിലോട്ട് അത് കൊടുത്തോ, എന്ന് നീ അത് ദൈവത്തിൻ്റെ കയ്യിലോട്ട് സമർപ്പിച്ചോ, എന്ന് നീ പ്രാർത്ഥിച്ചോ, എന്ന് നീ വിശ്വസിച്ചോ, എന്ന് നീ കർത്താവിലോട്ട് വന്നോ, സ്വർഗസ്ഥനായ പിതാവ് നിന്നെ നീതീകരിച്ചു, സ്വർഗസ്ഥനായ പിതാവ് നിന്നെ വീണ്ടെടുത്തു. അപ്പോസ്തലനായ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല നിങ്ങളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമത്രേ നിങ്ങളെ വീണ്ടെടുത്തത്. അതുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഇനി പഴയ കാര്യങ്ങൾ ചകഞ്ഞോണ്ട് പിശാച് വരരുത്. വാ തുറന്ന് പറയണം, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ അത് ഏറ്റു പറഞ്ഞാൽ അവൻ വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവനല്ല, വീണ്ടും അവൻ എടുത്ത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നവനല്ല. ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ അത് അവൻ ആഴക്കടലിൻ്റെ ആഴത്തിലേക്ക് വലിച്ചെറിയുന്ന കർത്താവ, എന്നെ വീണ്ടെടുത്ത കർത്താവ, എന്നെ നീതീകരിച്ച കർത്താവ. ഞാൻ എൻ്റെ ആത്മാവ് നരകത്തിൽ പോകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനല്ല എൻ്റെ ദൈവം. നരകം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, നരകം സാത്താനും അവൻ്റെ ദൂതന്മാർക്കും സൃഷ്ടിച്ചതാ. പക്ഷെ എൻ്റെ ദൈവം എനിക്ക് ഒരുക്കിയത് നിത്യതയാ, എൻ്റെ ദൈവം എനിക്ക് ഒരുക്കിയത് സ്വർഗമാ. എൻ്റെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കും. അവൻ എന്നെ നീതീകരിച്ചിരിക്കുന്നു, അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ ബോധ്യം അകത്തുള്ള ദൈവമക്കൾ ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നോണ്ടൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. Glory to God, Jesus, praise the Lord. അതാണ് യെശയ്യാ 54:14 മുതലുള്ള വാക്യത്തിൽ യെശയ്യാ പറഞ്ഞത്, നീതിയാൽ ഞാൻ സ്ഥിരമായി നിൽക്കും, പീഡനത്തോട് ഞാൻ അകന്നിരിക്കും, ഭീഷണികളോട് ഞാൻ അകന്നിരിക്കും, എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല, അതെന്നോട് അടുത്ത് വരികയില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ യെശയ്യാ 54:14 വാക്യം? അതെന്നോടൊന്നും അടുത്ത് വരികയില്ല. നീ അവിടെ കിടന്ന് എന്നാ വേണേലും പറഞ്ഞോ, നീ ഇവിടെ നിന്ന് എന്നാ വേണേലും ചെയ്തോ, നീ അവിടെ കിടന്ന് എന്നാ വേണേലും കാണിച്ചു, ഇതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. കാരണം ഞാൻ നിൽക്കുന്നത് എൻ്റെ നീതിയിലല്ല, ക്രിസ്തുവിൻ്റെ നീതി
നീതിയിലാണ്. ക്രിസ്തുവിന്റെ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. എല്ലാ പീഡനത്തോടും ഞാൻ അകന്നിരിക്കും. എനിക്ക് ഭയപ്പെടാനില്ല. ഭീഷണിയോട് ഞാൻ അകന്നിരിക്കും. അത് എന്നോട് അടുത്തു വരികയില്ല. കാരണം എന്നാന്നറിയാം, 15-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ഒരുത്തൻ എന്നോട് കലശൽ കൂടുന്നെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. എന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. ആയുധങ്ങൾ തീർക്കുവാൻ കൊല്ലനെയും നശിപ്പിക്കുവാൻ സംഹാരകനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. 17-ാമത്തെ വാക്യം പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. എല്ലാവർക്കും ഫലിക്കയില്ലെന്നല്ല, ഫലിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ആയുധം ഫലിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കൂട്ടം ഉണ്ട് കേട്ടോ, ഫലിക്കാത്തൊരു കൂട്ടം. എന്നാ ചെയ്താലും അവനത് ഫലിക്കുകയില്ല. എന്നാ ചെയ്താലും അവൾക്കത് ഫലിക്കുകയില്ല. കാരണം അവൻ ക്രിസ്തുവിന്റെ നീതിയാൽ സ്ഥിരമായി നിൽക്കുന്ന വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കൾ. ആരൊക്കെ ആഭിചാരം ചെയ്താലും, നിനക്കെതിരെ ക്ഷുദ്ര പ്രവർത്തികൾ ചെയ്താലും, ഏതൊക്കെ പിശാച് നിനക്ക് വിരോധമായി വന്നാലും, സക്കറിയാവ് 2:5 എഴുതിയിരിക്കുന്നു, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. സക്കറിയാവ് 9:8 വായിക്കുന്നു, ഞാൻ നിനക്ക് ചുറ്റും പട്ടാളമായി ഇറങ്ങും. ആവർത്തനം 9:3 എഴുതിയിരിക്കുന്നു, ഞാൻ നിനക്ക് മുൻപായി തീയായി പോകും. സങ്കീർത്തനം 97:3 വായിക്കുന്നു, ഹല്ലേലൂയ, നിനക്ക് ചുറ്റുമുള്ള വൈരികളെ ഞാൻ ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ, glory to God, blessed be the name of the Lord. hallelujah. ഇന്ന് പകലെന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ബോധ്യത്തിൽ വേണം ജീവിക്കാൻ, ആ വെളിപ്പാടിൽ വേണം ജീവിക്കാൻ. ആർക്കാണ് ദൈവത്തോട് സമാധാനമുള്ളത്? ഇനി കർത്താവിന്റെ സന്നിധി ചെന്ന് നിൽക്കും. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് അപ്പാന്നൊന്ന് വിളിച്ച യേശുവിനെ, എന്റെ അപ്പാന്നൊന്ന് വിളിച്ചേ. ഈസ് യുവർ ലവിംഗ് ഫാദർ. ഹല്ലേലൂയ, അവൻ സ്വർഗസ്ഥനായ പിതാവ്. ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. നമ്മൾ നേരത്തെ പാടിയ ഏതൊരു അവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സൂക്ഷിക്കും നാഥനെന്ന് നമ്മൾ പാടിയില്ലേ? അത് ഉള്ളത്തിൽ നിന്ന് പാടാമോ? അത് ഹൃദയത്തിൽ നിന്ന് പറയാമോ? പ്രൈസ് ഗോഡ്. ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം. ദൈവം തരുന്ന സമാധാനം. ദൈവം തരുന്ന സമാധാനം. 2, ദൈവത്തോടുള്ള സമാധാനം. 3-ാമത്തെ കാര്യം വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തോടുള്ള സമാധാനം എങ്ങനെയാ? റോമർ 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന വെളിപ്പാട്. ദൈവം തരുന്ന സമാധാനമോ? ദാറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗാഡ്. അത് അവന്റെ വാഗ്ദത്തമാണ്. അവൻ ഓൾറെഡി തന്നതാ. അത് സ്വീകരിക്കുക. വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കുക. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത് അധികമായി നിങ്ങൾ സ്വീകരിക്കുക അവന്റെ സന്നിധി. 3-ാമത്തെ കാര്യം, ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, നമ്മുടെ ലൈഫിനെ ക്രമീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലേ? നമ്മളിപ്പോൾ എത്ര വലിയ വിശ്വാസിയാന്ന് പറഞ്ഞാലും, എത്ര ഭക്തനാന്ന് പറഞ്ഞാലും, എത്ര പ്രാർത്ഥിക്കുന്ന ആളാന്ന് പറഞ്ഞാലും, നമ്മളിനി എന്നൊക്കെ ഉപവസിച്ച ആളാന്ന് പറഞ്ഞാലും, കർത്താവിന് ഹിതമില്ലാത്ത വഴികളിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാതകളിലും നമ്മൾ യാത്ര ചെയ്താൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഉറപ്പാണ്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ചർച്ചയിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാനും ദൈവവചനം കേൾക്കാനും ക്രിസ്തുവിൽ വളരാനും പുകഴാനും ഒക്കെ. ആ ചർച്ചയിൽ വരുന്നത് വസ്തുക്കച്ചവടത്തിനും വണ്ടിക്കച്ചവടത്തിനും ഒക്കെ ആണെങ്കിൽ സമാധാനം പോയിരിക്കും, ഉറപ്പായിട്ടും പോയിരിക്കും. ഹല്ലേലൂയ. നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ സമാധാനം പോയിരിക്കും. എസ് എന്ന് പറയേണ്ടടുത്ത് എസ് എന്ന് പറയുകയും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുകയും ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ സമാധാനം പോയിരിക്കും, ഉറപ്പായിട്ടും പോയിരിക്കും. നമ്മൾ എപ്പോഴും വായിക്കുന്നൊരു ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. റോമർ 16:20 എഴുതിയിട്ടുണ്ട്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഒന്നുകൂടെ പറയാം, സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം അവിടെ എഴുതിയിട്ടുണ്ട്, ആൻഡ് ദ ഗോഡ് ഓഫ് പീസ്. അപ്പൊ ദൈവം ആരാ? ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, അല്ലേ? നമ്മൾ ഇന്ന് ശലോം, ദൈവിക സമാധാനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴേല ചതയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് വായിച്ച് എല്ലാവരോട് എഴുന്നേറ്റ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ചവിട്ടിയിട്ടൊന്നും കാര്യമില്ല. ആരുടെ കാൽ കീഴിലാണ് സാത്താൻ ചതയുന്നത് എന്ന് മുകളിലത്തെ വാക്യത്തെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ
17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 17 മുതലാണ് അവിടെ എഴുതിയിട്ടുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദന്തുപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യത്തിൽ എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അത് നമ്മൾ പഠിച്ച ഉപദേശത്തിനും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ദൈവവചന അടിസ്ഥാനത്തിനുള്ള കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇടർച്ചകൾ ഉണ്ടാക്കാൻ, സംശയങ്ങൾ ഉണ്ടാക്കാൻ, കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ, ഭിന്നതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പ്രതികരണമൊന്നുമില്ല. ലീവ് ഇറ്റ് ദാറ്റ്. അവരെ അകന്നു മാറുവിൻ. അവരുടെ ലക്ഷ്യം വേറെയാണ്, അവരുടെ ടാർഗറ്റ് വേറെയാണ്. 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെ. ആരുടെ കാൽ കീഴിലാണ് സാത്താൻ തകരപ്പെടുന്നത് എന്നുള്ളത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നന്മയ്ക്ക് ജ്ഞാനികളും. 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, തിന്മയ്ക്ക് അജ്ഞന്മാരുമായിരിക്കണം. 19-ാമത്തെ വാക്യം എനിക്ക് തോന്നുന്നു റോമർ 16-19 വാക്യത്തിൽ നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും. നന്മ ചെയ്യുന്നതിന് നിങ്ങൾ ഭയങ്കര ഉത്സാഹമുള്ളവരായിരിക്കണം. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ സമൂഹത്തിലാണെങ്കിലും നിങ്ങൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നന്മ ചെയ്യുന്നവരായിരിക്കണം. കൈ നെഞ്ചത്തോട്ട് വെച്ചേച്ച് ഇന്ന് പകൽ പറയണം, ഞാൻ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, ഞാൻ നന്മ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ അകത്ത് ആ നന്മയുണ്ടാകട്ടെ. നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഭയങ്കര വൈസ് ആയിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം, വിസ്ഡം ഉള്ളവരായിരിക്കണം. അങ്ങനെ നിങ്ങൾ പരിജ്ഞാനമുള്ളവരായാൽ, ആ നിലയിൽ നിങ്ങൾ വിവേകമുള്ളവരായാൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ളവരുടെ കാൽ കീഴിൽ 20-ാം വാക്യം പറയുന്നു, അവർക്ക് സമാധാനം ഉണ്ടാകുകയും ചെയ്യും, അവരുടെ കാൽ കീഴിൽ സാത്താൻ ചതയുകയും ചെയ്യും. അപ്പം ചില കാര്യങ്ങൾക്കകത്ത് ഇപ്പം ഒരാൾ വന്നേച്ച് നമ്മളോടൊരു കാര്യം പറയുകയാണ്, നമ്മളത് എസ് എന്ന് പറയേണ്ടതാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം. അത് എസ് എന്ന് പറയേണ്ടതാണെങ്കിൽ യെസ് ഐ വിൽ ഡു ദാറ്റ്, ഞാൻ ചെയ്യാമെന്ന് പറയണം. നോ എന്ന് പറയേണ്ടതാണെങ്കിൽ ആ നോ എന്ന് പറയുന്ന സമയത്ത് ഒരു ചെറിയ സങ്കടമൊക്കെ ആ പുള്ളിക്ക് വരും. അതൊന്നും കാര്യമാക്കാൻ പോകണ്ട. എസ് എന്ന് പറയേണ്ടടുത്ത് എസ് എന്ന് പറയുകയും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സമാധാനം, ഞാൻ പറഞ്ഞു ഇന്നത്തെ മെസ്സേജിൽ, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കർത്താവിലുള്ള ആനന്ദത്തിൽ നിങ്ങൾക്ക് ആയിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനൊരു വേലി നിങ്ങളുടെ ചുറ്റും കെട്ടണം. അൺവാണ്ടഡ് ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അകത്തോട്ട് പ്രവേശിക്കരുത്. അത് വെളിയിൽ അത് വിട്ടേക്കണം. ഹല്ലേലൂയ. എൻ്റെ ആത്മ മനുഷ്യൻ എപ്പോഴും അഭിഷേകം കർത്താവ് തരുന്ന, കേട്ടോ, പരിശുദ്ധാത്മാവിനെ കർത്താവ് തരുന്ന, പക്ഷേ ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകവും ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിനെയും നമ്മൾ വളരെ പ്രാർത്ഥനയോടെയും പരിജ്ഞാനത്തോടെയും നമ്മളതിനെ ഗാർഡ് ചെയ്യണം. നമ്മളതിനെ വിട്ടുകൊടുക്കൽ, ഗിവപ്പ് ചെയ്യരുത്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ശക്തീകരിക്കണം, പ്രാർത്ഥനയിൽ മുന്നേറണം, ഉപവസിക്കണം, വചനം ധ്യാനിക്കണം. നമ്മുടെ പുറമേയുള്ള മനുഷ്യന് എല്ലാവരും കറക്റ്റ് സമയത്ത് വിട്ടുകൊടുക്കുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം പുറമേയുള്ള മനുഷ്യന് നല്ല ആഹാരം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളുടെ അകമയുള്ള മനുഷ്യനെ നിങ്ങൾ ബലപ്പെടുത്താൻ മറന്നുപോയാൽ, പ്രാർത്ഥിക്കാൻ മറന്നുപോയാൽ, അന്യഭാഷയിൽ ആരാധിക്കാൻ മറന്നുപോയാൽ, സ്തുതിക്കാൻ മറന്നുപോയാൽ, നിങ്ങളുടെ അകമയുള്ളവൻ ക്ഷീണിച്ചു പോകും. നിങ്ങളുടെ ആത്മീക മനുഷ്യൻ വളരെ ശോഷിച്ചു പോകും. അതാണ് അബ്രഹാമിനോട് ദൈവം ഇടപെട്ടപ്പോൾ തിരുവെഴുത്തിനകത്ത് പൗലോസ് പറഞ്ഞത്, വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ ഉറച്ചു. ഹല്ലേലൂയ. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവൻ ഗ്രഹിച്ചിട്ടും
തൻ്റെ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഈ പുറമേയുള്ള ശരീരം തടിപ്പിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. വിശ്വാസത്തിൽ അകത്ത മനുഷ്യൻ, ആത്മമനുഷ്യൻ ക്ഷീണിച്ചു പോകരുത്. ആത്മമനുഷ്യൻ, അകത്ത മനുഷ്യൻ തിരുവെഴുത്തിനാലും ദൈവവചനത്താലും പ്രാർത്ഥനയാലും ആരാധനയാലും ഇങ്ങനെയുള്ള വചന കേൾവിയാലും ഒക്കെ ബലപ്പെട്ടിരുന്നാൽ ഏത് തിരയുടെ മുകളിലൂടെയും ഏത് പ്രതിസന്ധികളുടെ നടുവിലൂടെയും നിങ്ങൾക്ക് നടക്കാൻ കഴിയും. നിങ്ങൾ ജയാളികളായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവ് സർവീസിൽ എന്നെ കാണുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട്, എൻ്റെ ദൈവമക്കളോട് പറയുന്നു, ഇപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കാനും വചനം കേൾക്കാനും പഠിക്കാനും എഴുതാനും ഒക്കെയുള്ള സാഹചര്യവും അവസരവും ദൈവം തന്നിരിക്കുമ്പോൾ ഇതിനെ നഷ്ടപ്പെടുത്തരുത്. കർത്താവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ ദൈവം നമുക്ക് ഒരവസരം ഇനി മുമ്പിൽ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ അവസരം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പറയുന്നു, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ശുശ്രൂഷയും അവസരങ്ങളും ഒക്കെ കർത്താവ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരുക്കി തരും. ആ സമയത്തേക്ക് വേണ്ടത് ഈ സമയത്ത് പ്രാപിക്കണം. ആ സമയത്തേക്ക് വേണ്ടത് ഈ സമയത്ത്. നമ്മൾ ഫോൺ കൊണ്ട് കുത്തിയിടുന്ന എന്തിനാ? കുത്തിയിടുന്ന അത് ചാർജ് ആകാൻ ഒരു ദിവസം മുഴുവൻ അത് കൊണ്ട് കിടക്കണം. അതിനുവേണ്ടിയാണ് അത് കുത്തിയിടുന്നത്, അല്ലെങ്കിൽ അത് ചാർജ് ചെയ്യാൻ വെക്കുന്നത്. അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ചാർജ് ആകണം. നിങ്ങളുടെ ആത്മമനുഷ്യൻ ശക്തിപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ജയാളിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശക്തരായി മാറും. ക്രിസ്തുവിൽ നിങ്ങൾക്കൊരുറപ്പുണ്ടാകണം. ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്കൊരുറപ്പുണ്ടാകണം. എൻ്റെ കർത്താവ് സമാധാനം തരുന്ന ദൈവമാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്കൊരുറപ്പുണ്ടാകണം. ഇന്ന് മരിച്ചാലും, ഇന്ന് തട്ടിപ്പോയാലും, ഇന്ന് മരണപ്പെട്ടാലും ഞാൻ ചെല്ലേണ്ടടുത്ത് ചെല്ലും, ഞാൻ എത്തേണ്ടടുത്ത് എത്തും, എൻ്റെ ആത്മാവ് കാണേണ്ടടുത്ത് കാണും എന്ന ആ വെളിപ്പാടിൽ, ആ ബോധ്യത്തിൽ, ആ വിശ്വാസത്തിൽ, ആ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഒരാളിനെ നമ്മൾ നന്നാക്കാൻ പോകുന്നതിന് മുമ്പ്, മറ്റൊരാളിനെ നമ്മൾ റെഡിയാക്കി വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കുന്നതിന് മുൻപ്, കർത്താവിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം. നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നെന്ന് പൗലോസ് പറഞ്ഞില്ലേ? ആ മനുഷ്യൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടു കൂടെയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ലെന്ന് പൗലോസ്. ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു. ആരാത്? പൗലോസ് തന്നെയാ. ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അത് ഞാൻ തന്നെയാ. ഞാനായിരിക്കുന്നത് ക്രിസ്തുവില, ഞാനായിരിക്കുന്നത് എൻ്റെ കർത്താവില, ഞാനായിരിക്കുന്നവൻ്റെ വചനത്തില. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 1, ദൈവം തരുന്ന സമാധാനം. 2, ദൈവത്തോടുള്ള സമാധാനം. 3, ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ഒരു വലിയ സ്വസ്ഥതയുണ്ട്, ഒരു സമാധാനമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ മനഃപൂർവ്വമായി പോകാതിരിക്കുക. നിങ്ങളുടെ കൈകൾ വെടിപ്പുള്ളതാണോ? നിങ്ങൾ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണോ? നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ആളാണോ? നിങ്ങൾക്ക് ധൈര്യത്തോടെ ലോകത്തിന്റെ മുമ്പിൽ നിൽക്കാം, കർത്താവിന്റെ മുമ്പിൽ നിൽക്കാം. ഒരു മടിയില്ല. ഹല്ലേലൂയ. അതിനകത്ത് ഒരു കുഴപ്പവുമില്ല. കർത്താവിന് മുമ്പിൽ നിൽക്കാം, മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാം. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, അത് കർത്താവിലുള്ള ആ ബോധ്യത്തിലും നീതീകരണത്തിലും. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ കർത്താവിനെ വിട്ടിട്ട് പോയ ആളാണോ? നിങ്ങൾ തള്ളി പറഞ്ഞ ആളാണോ? നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, യേശു കർത്താവിനെ തള്ളി പറഞ്ഞ ആണയിട്ട് പ്രാഗി എല്ലാം കളഞ്ഞേച്ചു പോയൊരു പുള്ളിയുണ്ട്, പത്രോസ്. എന്നിട്ട് പുള്ളി ഒറ്റയ്ക്കല്ല പോയത്. കാനായിലെ നഥനയേലിനെയും ദിദിമോസ് എന്ന തോമസിനെയും ഒക്കെ വിളിച്ചോണ്ടാ പോയപ്പോ 2-3 പേരെയും കൊണ്ടാ പുള്ളി പോയെ. പിന്മാറ്റത്തിൽ പുള്ളി പോയി. എന്തായാലും ഞാൻ പോവല്ലേ, 2-3 പേരൂടെ ഇരിക്കട്ടെ എന്ന് കരുതി പുള്ളി അവരെയും കൂടെ കൊണ്ടാ പോയെ. ഇവര് മീൻപിടുത്തത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒന്നും കിട്ടിയില്ല. കർത്താവിനെ വിട്ടേച്ച് പോയതാ, അവനെ മറന്നിട്ട് പോയതാ, ഏതാണ്ടൊക്കെ ആകാമെന്നും പറഞ്ഞു പോയതാ. പക്ഷെ ഒന്നും ആയില്ല. ഹല്ലേലൂയ. അവർക്കൊന്നും കിട്ടിയില്ല. അവർ നിരാശരായി വന്ന് വല കഴുകി അവിടെ നിൽക്കുമ്പോഴാ ഉയർത്തെഴുന്നേറ്റ കർത്താവ് കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട് ആ തിബിരിയാസ് കടൽക്കരയിൽ അവരെ കാത്തിരുന്നത്. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അറിയാം കർത്താവിന് അവർക്കൊന്നും കിട്ടിയില്ലെന്ന്. യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല വീശുവിൻ. അവർ വലയിറക്കി. ആ വാക്ക് കേട്ട് യേശു ആണെന്ന് അവർക്ക് മനസ്സിലായില്ല. 153 വലിയ മത്സ്യം അവർക്ക് കിട്ടി. വലിയ 153 മത്സ്യം. അത്രയും ഉണ്ടായിട്ടും വല കീറിയില്ല. അതിനകത്തുനിന്ന് ഞാൻ പറയട്ടെ, കർത്താവാ കൊടുത്തതെങ്കിൽ, ദൈവമാണ് ആ നെറ്റിനകത്ത് മീനെ കയറ്റിയതെങ്കിൽ അതിനകത്ത് ഒരെണ്ണം പോലും മിസ്സാകുകയില്ല. ദൈവം നിനക്ക് തന്നതൊന്നും നഷ്ടപ്പെടുകയില്ല. നീ നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി. ദൈവം നിനക്ക് തന്നതൊന്നും നഷ്ടപ്പെടുകയില്ല. നിങ്ങളായിട്ട് കൊണ്ട് വലയെടുത്ത് കളയാതിരുന്നാൽ മതി. പ്രൈസ് ഗോഡ്.
അല്ലാതെ അതൊന്നും ചോർന്നു പോകാൻ പോകുന്നില്ല. കാരണം അവൻ തരുന്നതൊക്കെയും ശാശ്വതമായിരിക്കും. അതാ അബ്രഹാമിനോട് പറഞ്ഞ്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരാൻ പോവാ, നീ നോക്കിക്കോ, അതെല്ലാം നിനക്ക് ശാശ്വതമായിരിക്കും. എവർലാസ്റ്റിംഗ് ബ്ലെസ്സിങ്, എവർലാസ്റ്റിംഗ് ഗ്രേസ്. ഹല്ലേലൂയ. ദൈവം തരുന്നത് നിത്യമാ സഹോദരങ്ങളെ. ശിഷ്യന്മാരന്ന് പത്രോസ് വളരെ നിരാശനായിട്ടാ ആ കടൽക്കരയിൽ നിന്നേ. പക്ഷെ കർത്താവ് അവരെ കൈവിട്ടില്ല, തള്ളി പറഞ്ഞേച്ചു പോയതാ. മുഖത്ത് നോക്കി ഞാൻ നിന്നെ അറിയേലെന്ന് പറഞ്ഞ, പക്ഷെ കർത്താവ് അവരെ കൈവിട്ടില്ല. അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ തോസൂട്ടി ബ്രദർ എഴുതിയ ഒരു പാട്ടിന്റെ ഒരു വരി ഞാനൊന്ന് പാടാനായിട്ട് ആഗ്രഹിക്കുക. അത് എത്ര ദൂരം നിന്നെ വിട്ട് ഓടി ഞാൻ, അത്ര നേരം കാത്തിരുന്നെന്നെ. സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ സ്വഭാവമായിരുന്നു ദൈവത്തിനെങ്കിൽ, നമ്മുടെ ദേഷ്യവും നമ്മുടെ സ്വഭാവവും നമ്മുടെ മനസ്സിലാകാത്ത മനസ്സും ഒക്കെ ആയിരുന്നു ദൈവത്തിനെങ്കിൽ, എന്നേ കർത്താവ് നമ്മളെ കളഞ്ഞേച്ചു പോയേനെ. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ തള്ളിക്കളഞ്ഞപ്പോഴും നമ്മളെ തള്ളിക്കളയാത്ത, നമ്മൾ മറന്നപ്പോഴും നമ്മളെ മറക്കാത്തൊരു നല്ല യേശു നമുക്കുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ തള്ളിക്കളഞ്ഞപ്പോഴും എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞില്ല. ഞാൻ മറന്നപ്പോഴും അവൻ എന്നെ മറന്നില്ല. ഹല്ലേലൂയ. ഞാൻ ക്രൂശിന്റെ ശത്രുവായി നടന്നപ്പോഴും അവൻ എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ നാമത്തിന് വിരോധമായി പറഞ്ഞ ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ കാലത്തും എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു. അങ്ങനെങ്കിൽ ഇന്ന് പകലിൽ ഈ ഓൺലൈനിൽ ഈ ലൈവ് സർവീസ് കാണുന്ന നിങ്ങളോട് എൻ്റെ കർത്താവ് പറയുന്നു, പീസ് ബി വിത്ത് യു. നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. യഥാർത്ഥ സന്തോഷം യേശു തരുന്ന സമാധാനത്തിൽ. നമ്മുടെ പ്രസന്റ് നീഡുകളെ അറിഞ്ഞ്, നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മളോട് ഇടപെടുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിൽ കർത്താവ് പറയുന്നു, ഇത് പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൽ, ആ ദൈവം തരുന്ന സമാധാനത്തിൽ ആനന്ദിക്കുവാൻ, കർത്താവിൻ്റെ കൃപയിൽ നിൽപ്പാൻ നിങ്ങൾക്ക് ഇടയാകണം. ഇന്ന് ഈ ഓൺലൈൻ സർവീസിൽ നിങ്ങൾ ഇന്ന് വരെ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, അവൻ രക്ഷകനാണെന്നും അവൻ ജീവനുള്ള ദൈവമാണെന്നും അവൻ കർത്താവാണെന്നും അവൻ രാജാതി രാജാവാണെന്നും അവൻ എൻ്റെ പാപങ്ങളുടെ വിമോചകനാണെന്നും എന്നെ നീതീകരിക്കുന്നവനാണെന്നും വീണ്ടെടുക്കുന്നവനാണെന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇത് പുസ്തകത്തിലൂടെ, കർത്താവിൻ്റെ തിരുവെഴുത്തിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുക പ്രിയപ്പെട്ടവരെ. അവനിലൊന്ന് ആനന്ദിച്ച്, അവനിലൊന്ന് സന്തോഷിച്ച്, കർത്താവിൻ്റെ എല്ലാം മറന്നിട്ട്, എല്ലാ ചിന്തകളും ഒന്ന് വിട്ടേച്ച്, ഹല്ലേലൂയ, ഒന്ന് കർത്താവിലൊന്ന് സന്തോഷിക്കാൻ തുടങ്ങി, ഒന്ന് പുകഴാൻ തുടങ്ങി, ഒന്ന് ആനന്ദിക്കാൻ തുടങ്ങി. ആ വലിയ ആനന്ദം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഒന്ന് ആരാധിക്കാൻ തുടങ്ങി, ഒന്ന് മഹത്വപ്പെടുത്താൻ തുടങ്ങി. കർത്താവ് നിങ്ങളുടെ നടുക്ക് നിന്ന്, ആ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന്, ഹല്ലേലൂയ, അവരുടെ മധ്യേ നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ദൈവം, കുവൈറ്റിൽ എന്നെ കാണുന്ന, ബഹറിൽ എന്നെ കാണുന്ന, ദുബായിൽ എന്നെ കാണുന്ന, കേരളത്തിലിരുന്ന് വിവിധ ജില്ലകളിലിരുന്ന് എന്നെ കാണുന്ന സഭകളിലുള്ളവർ അത് അനുഭവിക്കാൻ പോവുക. വിവിധ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, വിവിധ രാജ്യങ്ങളിൽ എവിടെയോ ആകട്ടെ, UK-ലിരുന്ന് കാണുന്ന നിങ്ങൾ എവിടെയാണെങ്കിലും ആ വലിയ സമാധാനം കർത്താവ് നിങ്ങളുടെ മേൽ ഇന്ന് പകൽ പകരട്ടെ. ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, പിറുപിറുത്തതിനും ഒക്കെ ഒന്ന് കർത്താവിനോടൊന്ന് ക്ഷമ പറഞ്ഞ്, ഒരു ക്ലിയറൻസ് എടുത്തേ. ഹല്ലേലൂയ. ഒരു ക്ലിയറൻസ് എടുത്തേ. ഇപ്പം ഈ പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ സത്യവാങ്മൂലം എഴുതി കൈ വെച്ചേക്കണം. അത് പോലീസുകാർ ചോദിക്കും. അതൊരു ക്ലിയറൻസ് ലെറ്ററാണ്. ഹല്ലേലൂയ. അത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. അത് അവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ക്ലിയറൻസ് നടത്തും, പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യും. അതിൻ്റെ ഒരു ക്ലിയറൻസ് ഒന്ന് നടത്തിയേ, അല്ലെങ്കിൽ അത് ആ കാര്യം ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്തേന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഇതുപോലെ തന്നെ എവിടെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സൊക്കെ കുരുങ്ങി കിടക്കുകയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ആകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിൽ നിൽക്കുന്നു. കർത്താവിൻ്റെ രക്തം നിങ്ങളെ വിശുദ്ധീകരിക്കാൻ പോകുന്നു. പക്ഷെ ഒന്ന് ആശ്രയിച്ച്, കർത്താവിനോടൊന്ന് പറഞ്ഞ്, ഒന്ന് പ്രാർത്ഥിച്ച്, പിതാവേ, ഇന്ന് ആരൊക്കെ എന്നെ ഈ ഓൺലൈനിലൂടെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ദേശത്തിൽ കർത്താവിൻ്റെ സമാധാനം ഉണ്ടാകുവാൻ, കർത്താവിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തരുന്ന സമാധാനം, സൗജന്യമായി നൽകുന്ന സമാധാനം, പട്ടിണിയുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും
കാരാഗ്രഹത്തിലും തീച്ചൂളയിലും പത്മോസിന്റെ ഏകാന്തതയിലും ഒക്കെ അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും കർത്താവേ. അത് നിന്റെ കുഞ്ഞുങ്ങളിലോട്ട് പകർന്ന് പ്രാർത്ഥിക്കുന്നു. അവരത് വ്യക്തിപരമായിട്ട് സ്വീകരിക്കുന്നതിനായി സ്തോത്രം. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഓ റാബ ശബ്ദമന ഗർത്തമന റീബാലമനക ശബ്ദന അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് സ്വീകരിക്കുന്നു കർത്താവെ, അത് സ്വീകരിക്കുന്നു കർത്താവെ. ദൈവത്തോടുള്ള സമാധാനം ഞങ്ങൾ കർത്താവെ അങ്ങിൽ വിശ്വസിച്ചവരാണ്, അങ്ങിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങ് ഞങ്ങളുടെ ആത്മാവിലേക്ക് വന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. നീ ഞങ്ങളെ നീതീകരിച്ചല്ലോ, നീ ഞങ്ങളെ നിന്റെ രക്തത്താൽ വിശുദ്ധീകരിച്ചല്ലോ, നീ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ, ഞങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തല്ലോ, സ്വന്തം ജനമാക്കി മാറ്റിയല്ലോ. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നവനും ദൈവത്തെ അറിയാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മലാക്കി പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ നീ അത് പ്രൂവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞങ്ങളുടെ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം ദേശങ്ങളിലേക്ക് വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഇഞ്ച് പോലും, ഒരു ചുവട് പോലും പുറകോട്ട് പോകാനല്ല കർത്താവേ, ശക്തിയോടെ മുന്നേറുവാൻ, വിശ്വാസത്താൽ മുന്നേറുവാൻ, പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, വിശുദ്ധിയിൽ മുന്നേറുവാൻ കർത്താവ് നിന്റെ ജനത്തെ സഹായിക്കണമേ. നീ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, എൻ്റെ മുമ്പിലെ പ്രതികൂലങ്ങൾ മാറിപ്പോകും, ഞാൻ ഒട്ടും പിന്മാറില്ല. വിശ്വാസ ജീവിതത്തിൽ കർത്താവെ മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ ഞങ്ങൾ ആ ഫെയ്ത്തിൽ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ലൈഫിൽ ക്രമീകരിക്കേണ്ടതിനെയൊക്കെ ക്രമീകരിക്കുന്നു. ഓർഡർ ആക്കേണ്ടതെല്ലാം ഓർഡർ ആകട്ടെ കർത്താവെ. ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഡിസോർഡർ ആയി കിടക്കുന്നതിനെ കർത്താവ് ഈ നിമിഷം ഓർഡർ ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.